CPIM നേതാവ് KJ ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ രണ്ടാം പ്രതിയായ യൂട്യൂബർ KM ഷാജഹാനെ ചോദ്യം ചെയ്ത് പോലീസ്. ആലുവയിലെ സൈബർ സ്റ്റേഷനിലായിരുന്നു ചോദ്യം ചെയ്യൽ. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അഭിനന്ദ്, ദീർഘനേരത്തെ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പൂർത്തിയായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറസ്റ്റ് ഉണ്ടാകുമെന്നൊക്കെയുള്ള ചില അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അഭി, ചോദ്യം ചെയ്യൽ ഇപ്പോൾ 6 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ച് KM ഷാജഹാൻ പുറത്തിറങ്ങി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഇപ്പോൾ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ആദ്യം തന്നെ പോലീസിന്റെ സംരക്ഷണയിൽ തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹത്തിന് ഒരുപാട് തരത്തിലുള്ള പ്രതിഷേധ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ജീവൻ പോലും ഭീഷണിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പോലീസ് സംരക്ഷണത്തിൽ തന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണം എന്നാണ് പറഞ്ഞത്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയില്ല. ചോദ്യം ചെയ്ത് വിട്ടയക്കുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ മൊബൈൽ ഫോൺ മാത്രമാണ് പിടിച്ചെടുത്തതിനകത്ത് ഈ തരത്തിൽ വീഡിയോ പകർത്തിയതായിട്ടുള്ള ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇന്ന് ഇപ്പോൾ വീഡിയോ പകർത്തിയ ഒരു മെമ്മറി കാർഡ് കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ KM ഷാജഹാൻ ഹാജരാക്കിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കണമെന്നതുകൊണ്ട് ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയക്കാനാണ് സാധ്യത. ഇത് അല്പസമയം മുമ്പാണ് മുനമ്പം DYSP ഇവിടെ എത്തി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തുടർന്നത്. എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്ത് വിട്ടയക്കുമെന്നാണ് അന്വേഷണ സംഘം പറയുന്ന വിവരം. അന്വേഷണ സംഘം നൽകുന്ന വിവരം അതിനകത്ത് MLA-മാരുടെ പരാതിയിൽ കൂടി KM ഷാജഹാന്റെ കുരുക്ക് മുറുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. YS അഭിനന്ദാണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.